ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിന് എങ്ങനെ ഉത്തരം കണ്ടെത്താം? നമ്മുടെ ജീവിതത്തിലെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് നമുക്കെങ്ങനെയാണ് ശരിയായ ഒരു ഉത്തരം കണ്ടെത്തുക എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്കറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ദൈവം എന്ത് വിചാരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ചിന്തയിൽ നിങ്ങൾ എവിടെയായിരുന്നാലും അല്പസമയം ചിലവഴിക്കുമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ എന്നോടൊപ്പം ചിന്തിക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് ചില പ്രവർത്തനങ്ങൾ ഒന്നിച്ച് ചെയ്യാനും സാധിക്കും. ആദ്യമായിട്ട് നമുക്ക് ഒരു കടലാസ് എടുക്കാം, ഒരു പേപ്പർ എടുക്കാം. ആ പേപ്പറിൽ നിങ്ങളൊരു വൃത്തം ഒന്ന് വരച്ച് നോക്കൂ. ഒരു വൃത്തം വരയ്ക്കുന്നു, നമ്മളൊരു വൃത്തം വരയ്ക്കുന്നു. ആ വൃത്തത്തിൽ ഈ വൃത്തം നമ്മുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കണം. നമ്മുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കണം. അപ്പം ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അതിലെഴുതണം. ഏറ്റവും അത്യാവശ്യമായി വേണ്ട കാര്യം ഏറ്റവും നടുക്ക്, ഏറ്റവും അത്യാവശ്യമായി വേണ്ട കാര്യം ഏറ്റവും നടുക്ക്, അങ്ങനെ നമ്മൾ എഴുതണം. ഓക്കെ, നമുക്ക് എന്തൊക്കെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്നത്? ഒരു പക്ഷെ പണം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് നടുക്ക് പണം എഴുതാം. പിന്നീട് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് മൊബൈൽ ഫോൺ ആയിരിക്കും. ഒരുപക്ഷെ മൊബൈൽ ഫോൺ അതിനടുത്ത് എഴുതാം. ഇനി നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്നത് പാർപ്പിടം ആയിരിക്കാം, ആഹാരം ആയിരിക്കാം, വസ്ത്രം ആയിരിക്കാം, പിന്നെ കൂട്ട് വേണമായിരിക്കും, ഒരു പക്ഷെ സ്നേഹം വേണമായിരിക്കും, കുടുംബം വേണമായിരിക്കും. അതൊക്കെ ഇതിനകത്ത് എഴുതുക കേട്ടോ. ഈ വൃത്തത്തിനകത്ത് പ്രാധാന്യമനുസരിച്ച് നിങ്ങൾ എഴുതി സൂക്ഷിക്കുക. അപ്പോൾ സ്നേഹം വേണമായിരിക്കും, കൂട്ടായ്മ വേണമായിരിക്കും, ഒരു പക്ഷേ വിശ്വാസം വേണമായിരിക്കും, പ്രാർത്ഥന വേണമായിരിക്കും, ഒരു പക്ഷേ ഇനിയും എന്തൊക്കെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ, അതിലെഴുതാനായിട്ട് തോന്നുന്ന കാര്യങ്ങൾ. കൂട്ടുകാർ വേണമായിരിക്കും, എൻ്റർടൈൻമെൻറ്റ് വേണമായിരിക്കും, രസങ്ങൾ, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നീട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നത്? ശുദ്ധജലം വേണം, വായു വേണം. ഇതൊക്കെ നമുക്ക് ജീവിക്കാൻ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് അല്ലേ? ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ നിങ്ങളുടെ ആ വൃത്തം നിറഞ്ഞിട്ടുണ്ടാവും. നോക്കൂ, നിങ്ങളുടെ ജീവിതമാണ്. ആ ജീവിതത്തിൽ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നു. ഇപ്പോൾ നോക്കൂ, ഈ എഴുതിയ കാര്യങ്ങളെ നമ്മളൊന്ന് ഓടിച്ചൊന്ന് നോക്കാം. ഇതിൽ നിങ്ങളുടെ പേര് നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഞാൻ എന്ന് എഴുതിയിട്ടുണ്ടോ? മിക്കവാറും പേരും ഞാൻ എന്ന് എഴുതിയിട്ടുണ്ടാവില്ല. കാരണം എന്തെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്ഥാനമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്ഥാനമില്ല. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ല. നമ്മൾ ജീവിക്കുന്നത് ഈ ജീവിതത്തിനുള്ളിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നി നമ്മൾ എഴുതിയിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല. നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ? യാഥാർത്ഥ്യമാണല്ലേ, അല്ലേ? കാരണം നമ്മൾ മറന്നുപോയി, അതിൽ ഞാൻ എഴുതാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ജീവിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടോ, സമ്പത്തിന് വേണ്ടിയിട്ടോ, മൊബൈലിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ലക്ഷറിക്ക് വേണ്ടിയിട്ടോ, നമ്മൾ ഈ വൃത്തത്തിനുള്ളിൽ എഴുതിയ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും ജീവിക്കുന്നത്. രണ്ടാമത് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഈ വൃത്തത്തിനുള്ളിൽ ദൈവത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ടോ? നോക്കൂ, നമ്മളുടെ ജീവിതത്തിൽ
ദൈവത്തിനും സ്ഥാനമില്ല, ഒപ്പം നമുക്കും സ്ഥാനമില്ല. ബാക്കി എല്ലാം ഇതിനകത്തുണ്ട്. വായുവുണ്ട്, വെള്ളമുണ്ട്, വസ്ത്രമുണ്ട്, പാർപ്പിടമുണ്ട്, ആഹാരമുണ്ട്, പണമുണ്ട്, സമ്പത്തുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷെ ദൈവവും ഇല്ല, ഞാനുമില്ല. നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. നമ്മൾ ഈ രണ്ട് കാര്യത്തിനും ജീവിതത്തിൽ അത്രയും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത്? നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ജീവിക്കുന്നത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ഈ ചെറിയ ചിത്രം വരച്ചത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പണമാണോ? സമ്പത്ത് നേടുക എന്നാണോ? ഈ ലോകത്ത് മറ്റാൾക്കാർ ജീവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും എനിക്കും വേണമെന്നുള്ള ഒരു ഓട്ടപ്പാച്ചിലാണോ? എന്താണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ ഓർക്കുക. ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ചോദ്യം കൂടെ നിങ്ങളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചോദ്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്താൽ അതിനൊരു കാരണമുണ്ടായിരിക്കും. കാരണമില്ലാതെ നമ്മളാരും ജീവിതത്തിൽ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ സ്കൂളിൽ പോകുന്നത് എന്തിനാണ്? പഠിക്കാനാണ്. നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? നല്ല ശമ്പളം കിട്ടാനാണ്. നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്തിനാണ്? ജീവിക്കാനാണ്. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ ജനിച്ചതുകൊണ്ട് നമ്മളത് ചെയ്തു തീർന്നേ പറ്റുള്ളൂ. ഇനി നമ്മൾ എല്ലാ കാര്യത്തിനും, ഏതൊരു കാര്യം നമ്മൾ ജീവിതത്തിൽ ചെയ്താലും അതിനെല്ലാം കൃത്യമായ കാരണമുണ്ട്. കാരണം കൂടാതെ നമ്മളൊന്നും ചെയ്യത്തില്ല. നമ്മൾ ജോലിക്ക് പോകുന്നത് എന്തിനാ? പണം കിട്ടാനാണ്. എന്തിനാണ് പണം കിട്ടുന്നത്? നമ്മളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും, നമ്മളൊരു സിനിമ കാണുന്നു, എന്തിനാണ് സിനിമ കാണുന്നത്? വിനോദത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു ക്രിക്കറ്റ് കാണുന്നു, അത് എന്തിനു വേണ്ടിയിട്ടാണ്? വിനോദത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു ലക്ഷ്യമുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ ഒരു കാരണമുണ്ട്. ഒരു കാരണമില്ലാതെ ആരും ഒന്നും ജീവിതത്തിൽ ചെയ്യുന്നില്ല. സത്യമല്ലേ? ഓക്കെ, അങ്ങ് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് പോകാം. എന്താണെന്നറിയാമോ? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ വന്നതിന് ഒരു കാരണമുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ വന്നതിനും ഒരു കാരണമുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതിനും ഒരു കാരണമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അതായത് ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. എന്തായിരിക്കും, എന്തിനു വേണ്ടിയായിരിക്കും ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നോക്കൂ, മറ്റൊരു ചോദ്യത്തിലൂടെ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം. നമ്മളെ ചോദ്യം ഇതാണ്: നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മക്കൾ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായത് എന്തിനു വേണ്ടിയിട്ടാണ്? പലപ്പോഴും പല ആളുകൾക്കും എന്തിനു വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതെന്ന് പോലും അറിയത്തില്ല. എങ്ങനെയൊക്കെയോ സംഭവിക്കുകയാണ്. യഥാർത്ഥത്തിൽ 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം, നമ്മൾ നമ്മുടെ പാരമ്പര്യം നിലനിർത്താനാണ്. അതായത് എൻ്റെ കുടുംബം, എൻ്റെ അച്ഛനും അമ്മയും അവരുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും കുറേ വയസ്സാകുമ്പോൾ മരിച്ചു പോകും. പക്ഷെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ജീവിച്ചിരുന്നു എന്ന് മറ്റുള്ളവരറിയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോഴാണ്. ഇന്ന വീട്ടിലെ ഇന്ന ആളുടെ മകനാണിത് എന്ന് പറയുമ്പോൾ ആളുകൾ നമ്മളെ ഓർക്കുന്നു. അത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് സ്കൂള് വിട്ടു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? സ്കൂളിൻ്റെ മേളിൽ ഉത്തരത്തിൽ ആർക്കും ചേരാൻ പറ്റാത്ത സ്ഥലത്ത് പോയിട്ട് നമ്മുടെ പേരെഴുതി വയ്ക്കും. രമേശൻ, ഗോപാലൻ എന്നൊക്കെ നമ്മൾ എഴുതി വയ്ക്കും. എന്തിനാണ് അങ്ങനെ എഴുതി വയ്ക്കുന്നത്? ഇനി എത്ര കാലം ഈ വിദ്യാലയം നിൽക്കുന്നോ അത്ര കാലത്തും ഞങ്ങൾ ഇവിടെ പഠിച്ചിരുന്നു എന്ന്
അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ആഗ്രഹമാണ് അങ്ങനെ വേണമെന്നുള്ളത്. രണ്ടാമത്തെ കാരണം, നമ്മളെ കാണുന്നവർ നമ്മുടെ മാതാപിതാക്കളെ ഓർക്കും. ഇപ്പോൾ എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും, അയ്യോ ആ ചിപ്പിദാസ് പാസ്റ്ററിനെ പോലെ ഉണ്ട് കേട്ടോ. ചില ഭാഗങ്ങളൊക്കെ, ചില ഭാവങ്ങളൊക്കെ കണ്ടാൽ, പ്രസംഗമൊക്കെ കേട്ടാൽ ദാസ് പാസ്റ്റർ പറയുന്നത് പോലെയുണ്ട്. എൻ്റെ മകൾ എന്നോട് പറയും, പപ്പ ഞാൻ പപ്പയെപ്പോലെ ഇരിക്കുകയാണ്, ഞാൻ പപ്പയെപ്പോലെയാണ്. അപ്പോൾ രണ്ടാമത്തെ മോൾ പറയും, എനിക്ക് പപ്പയുടെ കളറില്ല, പക്ഷേ നോക്കൂ എൻ്റെ വിരൽ പപ്പയെപ്പോലെയാണ്. സോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അച്ഛനമ്മമാരെ പോലെ ആയിത്തീരാൻ ഇഷ്ടപ്പെടുന്നു. അതായത് നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനമ്മമാരുടെ എക്സ്റ്റൻഷൻ ഇമേജാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അച്ഛനമ്മമാരുടെ എക്സ്റ്റെൻഡഡ് ഇമേജ്, അവരുടെ ചിത്രമാണ്, നീട്ടിയ ചിത്രമാണ്. നമ്മളുടെ തന്നെയാണ് മറ്റുള്ളവർക്ക് നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കളെ കാണാൻ പറ്റും. മൂന്നാമത്തെ റീസൺ, നമ്മൾ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ കാണുന്നത് സന്തോഷമാണ്. അവരുടെ പുഞ്ചിരി കാണുക, അവരുടെ കളിച്ചിരി കാണുക, അവർ നന്നായി വളരുന്നത് കാണുക, അവർ ജീവിതത്തിൽ വിജയിക്കുന്നത് കാണുക, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുക. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. നമുക്കെത്ര സങ്കടം ഉണ്ടായിരുന്നാലും, നമുക്കെത്ര പ്രയാസമുണ്ടായിരുന്നാലും, നമ്മുടെ എത്ര പ്രതിസന്ധി ഉണ്ടായിരുന്നാലും നമ്മൾ എന്തു ചെയ്യും? നമ്മുടെ സങ്കടങ്ങളൊക്കെ ഇതിലൂടെ മറക്കും. ഈ കുഞ്ഞുങ്ങളുടെ കളിച്ചിരികളും കൊഞ്ചലും കുസൃതികളും ഒക്കെ കാണുന്നതിലൂടെ. ഇതേപോലെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചതിനും ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുതന്നെയാണ്. നമ്മൾ ദൈവത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ദൈവമാണ് നമ്മളെ രൂപപ്പെടുത്തിയത്. അവൻ കളിമണ്ണ് കൊണ്ട് നമ്മളെ മെനഞ്ഞ് മൂക്കിൽ ജീവശ്വാസം ഊതി അപ്പോൾ ജീവനുള്ള മനുഷ്യരായി നമ്മൾ മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ തുടക്കം ദൈവത്തിലാണ്, നമ്മൾ ആരംഭിക്കുന്നത് ദൈവത്തിലാണ് എന്ന് ലോകത്തിന് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ എക്സ്റ്റെൻഡഡ് ഇമേജസുകളാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലുമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കാണുന്നവർ ആരെ കാണുന്നു? ദൈവത്തെ കാണുന്നു. നമ്മളെ കാണുന്നവർ ദൈവത്തെ കാണുന്നു. നോക്കൂ എത്ര ഭയങ്കരമാണ്. നമ്മൾ ദൈവത്തിനെ പോലെ ആയിത്തീരുന്നു എന്ന് പറയാണ്. അതാണ് വചനം പറയുന്നത്, നീ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് എൻ്റെ തലയോളം വളരണം. നീ കുറയണം, ഞാൻ വളരണം, നിന്നിൽ മറഞ്ഞ് ഞാൻ മായണം. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കണ്ണാടി പോലെ അതേ പ്രതിബിംബമായി മാറണം എന്നാണ് പറയുന്നത്. അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. അതെന്താണെന്നറിയാമോ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് ഇപ്പോൾ ടെസ്റ്റ് ട്യൂബിലൊന്നും തെളിയിക്കാൻ പറ്റത്തില്ല. പക്ഷേ മനുഷ്യൻ്റെ സ്വഭാവം കാണുന്ന കാര്യങ്ങളെ വിശ്വസിക്കുകയുള്ളൂ. അവരെന്തേ കാണുന്ന കാര്യങ്ങളാണ് അവർ വിശ്വസിക്കുക. അപ്പോൾ എല്ലാവർക്കും കണ്ടെങ്കിലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലോകത്തിൻ്റെ മനുഷ്യരുടെ ചിന്താഗതി അനുസരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ എക്സ്റ്റെൻഡഡ് ഇമേജ് ആകുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും സ്വഭാവവും കാണിക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കാത്ത മനുഷ്യർക്ക് ദൈവത്തെ കാണാൻ നമ്മളിലൂടെ പറ്റണം. നമ്മളെ കാണുന്നവർ ദൈവത്തെ കാണണം. നമ്മളെ കാണുന്നവർ ദൈവത്തിൻ്റെ സ്വഭാവത്തെ കാണാൻ ഇടയായിത്തീരണം. അതിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ എക്സ്റ്റെൻഡഡ് ഇമേജാണ്. മൂന്നാമതായി, നമ്മളെ കാണുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു. നമ്മളെ കാണുമ്പോൾ ദൈവം സന്തോഷിക്കുകയാണ്. എത്ര മനോഹരമായി നമ്മുടെ ചിരികളും കുസൃതികളും പ്രാർത്ഥനകളും ഒക്കെ കേൾക്കുന്ന ദൈവത്തിന് വളരെ സന്തോഷമാണ്. അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നറിയുക, ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, ദൈവത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാരണമായിരിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ആർക്കും എന്നെ വേണ്ട, ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എല്ലാവരും എന്നെ വെറുക്കുന്നു, ഞാൻ എങ്ങനെയൊക്കെ വന്നു,
ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനാണ് ജീവിക്കണേ, എൻ്റെ ജീവിതം കൊണ്ടൊരർത്ഥമില്ല എന്നാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനല്ല, ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന് ഒരു കാരണമുണ്ട്. ആ കാരണം ഇതാണ്. അപ്പോൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ചോദ്യം ഇതാണ്: നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവം ആരാണ്? ദൈവം പറയുന്നു, ഞാൻ രാജാതിരാജാവും കർത്താതി കർത്താവുമാണ്, ഞാൻ സൃഷ്ടിതാവാണ്, ഞാൻ അൽഫയും ഒമേഗയുമാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാണ്, ഞാൻ വേഗം വരുന്നവനാണ്, ഞാൻ ദൈവമാണ് എന്ന് പറയുന്നു. അപ്പോൾ ദൈവം രാജാതിരാജാവും കർത്താതി കർത്താവുമാണ്. അങ്ങനെയാണെങ്കിൽ രാജാവിൻ്റെ മക്കൾ ആരാണ്? രാജാവിൻ്റെ മക്കൾ ആരാണ്? രാജാവിൻ്റെ മക്കൾ രാജകുമാരനും രാജകുമാരിയുമാണ്. അപ്പോൾ ദൈവം നമ്മളോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ മക്കളാകുമ്പോൾ നിങ്ങൾ എൻ്റെ രാജാവും എൻ്റെ രാജകുമാരനും രാജകുമാരിയുമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, മക്കൾക്കാണ് അപ്പൻ്റെ അവകാശം കിട്ടുക. മക്കൾക്ക് അപ്പൻ്റെ അധികാരം കിട്ടുന്നു, അപ്പൻ്റെ സമ്പത്ത് കിട്ടുന്നു, അപ്പൻ്റെ സാദൃശ്യവും സ്വരൂപവും കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ അധികാരം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്ഥലം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വരുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കർത്താവ് നമ്മളെ അവൻ്റെ ഒപ്പമായിരിക്കാൻ, അവൻ്റെ സാന്നിധ്യത്തിലായിരിക്കാൻ, അവൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു രാജസദസ്സിൽ പോയാൽ, രാജ്യത്തിൻ്റെ സിംഹാസനത്തിൽ, ഭരണസ്ഥലത്ത് പോയാൽ, രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ വലത് സൈഡിലായിരിക്കും രാജകുമാരൻ്റെ സ്ഥാനം, അല്ലേ? അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കും, നല്ല മനുഷ്യരെ, ദുഷ്ടന്മാരെ ഇടത്തുവശത്തും നന്മയുള്ളവരെ, വിശുദ്ധന്മാരെ വലത്ത് ഭാഗത്തുമാക്കും എന്ന് പറയുന്നത്. He will allow us to sit in the right hand side of God. ദൈവത്തിൻ്റെ വലത്ത് വശത്ത് ഇരുത്തും. നോക്കൂ, നമ്മളാരും ഈ ഭൂമിയിൽ ജനിച്ചത് വെറുതെ നഷ്ടപ്പെട്ടു പോകാനല്ല. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, കഷ്ടപ്പാട് അനുഭവിക്കുക, കഷ്ടപ്പാടിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുക, ദൈവത്തെ കുറ്റം പറയുക, സമൂഹത്തെ കുറ്റം പറയുക, കൂട്ടുകാരെ കുറ്റം പറയുക, നമ്മുടെ കുറവിന് കുടുംബത്തെ കുറ്റം പറയുക, കുഞ്ഞുങ്ങളെ കുറ്റം പറയുക, നീയൊക്കെ ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയെന്ന് പറയുക. ആ കുഞ്ഞുങ്ങൾ എത്രമാത്രം വിഷമിക്കും. നോക്കൂ, നരകിച്ചും പരിതപിച്ചും അങ്ങനെ ജീവിക്കാനല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. ആർക്കും വേണ്ടാത്ത ഒരു ജന്മമല്ല നമ്മുടെ ജന്മം. ആരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു ജന്മമല്ല നമ്മുടെ ജന്മം. ദൈവം നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം തിരിച്ചറിയുമ്പോൾ, ദൈവം നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ കാരണം മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും, നമ്മുടെ ജീവിതത്തിന് വിലയുണ്ടാകും, നമ്മുടെ ജീവിതത്തിന് നന്മയുണ്ടാകും. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞാൻ ദൈവത്തിൻ്റെ പാരമ്പര്യം കാണിച്ചു കൊടുക്കുക. ഞാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും എന്നിൽ ഒന്നായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ യേശുവിൻ്റെ സ്നേഹത്തെ കാണിച്ചു കൊടുക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ലക്ഷ്യത്തിലൊന്നായിരിക്കുന്നത് പോലെ, പർപ്പസിലൊന്നായിരിക്കുന്നത് പോലെ, ലക്ഷ്യത്തിലും ദൗത്യത്തിലും ഒന്നായിരിക്കുന്നത് പോലെ, അവർ തമ്മിലുള്ള പരസ്പര സ്നേഹവും പരസ്പരമായിട്ടുള്ള മനസ്സിലാക്കാനുള്ള കഴിവും ഒക്കെ, അതുപോലെയുള്ള ഒരു കുടുംബം, അതേപോലെയുള്ള ജീവിതം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവൻ നമ്മളെ സൃഷ്ടിച്ചത്, ഇങ്ങനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് പിന്നീട് അവൻ്റെ സാദൃശ്യവും സ്വരൂപവും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. നമ്മൾ അവൻ്റെ എക്സ്റ്റെൻഡഡ് ഇമേജാണ്. ലോകത്ത് മറ്റുള്ള മനുഷ്യർക്ക് ദൈവത്തെ കാണാനുള്ള, നേരിട്ട് കാണാനുള്ള ഏക മാർഗം നിങ്ങളെ കാണുക എന്നുള്ളതാണ്. നമ്മൾ യേശുവിൻ്റെ രൂപമാണ് കാണിച്ചു കൊടുക്കുന്നത്, നമ്മൾ യേശുവിൻ്റെ സ്വഭാവമാണ് കാണിച്ചു കൊടുക്കുന്നത്, നമ്മൾ യേശുവിൻ്റെ ചിത്രമാണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ഇനിയും ദൈവം നമ്മളെക്കുറിച്ച് സന്തോഷിക്കുന്നത് പോലെ ദൈവം നമ്മളും
നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നത് പോലെ ദൈവവും നമ്മളെക്കുറിച്ച് സന്തോഷിക്കുന്നു. ദൈവം നമ്മളെ അത്രമാത്രം സന്തോഷിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം വരച്ച ചിത്രത്തിൽ എവിടെ ആയിരിക്കും ദൈവത്തിൻ്റെ സ്ഥാനം? ഇവിടെ നമ്മളൊരു ഓപ്പറേഷൻ നടത്താൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തെ റീവയർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കൺസെപ്റ്റിനെ, ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിനെ തിരുത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആകുന്ന വൃത്തത്തിൽ നമ്മൾ ആദ്യം വരച്ചെടുത്ത് നടുക്ക് പണമാണെങ്കിൽ പണത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് ദൈവത്തെ അവിടെ എഴുതി വെക്കൂ. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം നമ്മളെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വൃത്തത്തിൽ നടുക്ക് പണം മാറ്റിയിട്ട് ദൈവത്തിൻ്റെ പേരെഴുതൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കുക, ദൈവത്തെ വെക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയഭാഗത്ത് നടുക്കെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാനം എവിടെയായിരിക്കും? അവൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ, ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് അവനൊപ്പം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് തന്നെ സ്ഥാനം കൊടുക്കാം. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ ആരംഭിക്കും. ഇതുവരെ നമ്മൾ ജീവിച്ചത് മറ്റ് പലതിനും വേണ്ടിയിട്ടാണ്. ഇനി മുതൽ നമുക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയഭാഗത്ത് ദൈവത്തെ വയ്ക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമുക്ക് ഉണ്ടായിരുന്ന ഉത്തരമില്ലായിരുന്ന പല ചോദ്യങ്ങൾക്കും ഈ സമയത്ത് ഉത്തരം കിട്ടിയതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ എഴുതി അറിയിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എക്സ്പ്രഷൻസ് ഞങ്ങൾ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു വെറുതെയല്ല, നഷ്ടപ്പെടുത്താനല്ല, വിഷമിപ്പിക്കാനല്ല, തകർക്കാനല്ല, അവൻ്റെ രൂപം കാണിക്കാൻ. അവൻ നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം ദൈവസ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനാണ്. ഈ സന്ദേശം നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്തൊരു സന്തോഷം നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന് വിലയുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു മൂല്യം കൈവന്നതായി നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അവനെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നടുക്ക് സെൻറ്ററിലേക്ക് വയ്ക്കുക. നിങ്ങൾ അവൻ്റെ വലത്ത് ഭാഗത്ത് അവനോടൊപ്പം ഇരിക്കാൻ നിങ്ങൾ സമർപ്പിക്കുക. എത്ര മനോഹരമായൊരു കൺസെപ്റ്റാണ്, എത്ര മനോഹരമായ ആശയമാണ്, എത്ര മനോഹരമായ കരുതലാണ്, എത്ര മനോഹരമായൊരു ലക്ഷ്യമാണ് കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ആ ലക്ഷ്യത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫോക്കൽ പോയിൻറ്റിലേക്ക് ദൈവത്തെ പ്രതീക്ഷിക്കുക. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. നഷ്ടപ്പെട്ടു പോകുന്ന പല കാര്യത്തിനു വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ പരക്കം പാഞ്ഞ് ഓടി നടന്നു കർത്താവേ. ഇനി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിലേക്ക്, കേന്ദ്രത്തിലേക്ക് നിന്നെ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ, ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് നീ കടന്നു വന്ന് ജീവിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ തിരുത്തിയതുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടെ പകർന്നു കൊടുക്കുക. കൂടുതൽ നല്ല സന്ദേശം കേൾക്കാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറാവുക. ഇതിലുള്ള ഫോൺ നമ്പറിലൂടെ എന്നോട് വ്യക്തിപരമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ നിങ്ങൾ ചോദിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടെ എവിടെയായി കാത്തു പരിപാലിക്കട്ടെ. ഇനിയും മറ്റൊരു സന്ദേശത്തിൽ കാണുന്നതുവരെ കർത്താവിൻ്റെ കരുതൽ നമുക്കൊപ്പം ഉണ്ടാകട്ടെ. ആമേൻ.